ഈശോമിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതം സുഖങ്ങളുടെ മാത്രമല്ല കഷ്ടപ്പാടുകളുടെയും പാതയാണ്. ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്തിനാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങൾ നമ്മെ നിരാശയിലേക്കും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയിലേക്കും നയിച്ചേക്കാം. എന്നാൽ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത് ഈ വേദനകൾക്ക് ഒരു ദൈവിക ലക്ഷ്യമുണ്ട് എന്നാണ്. നമ്മുടെ അനുദിന ക്ലേശങ്ങളെ ആത്മീയ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുവാനും അതിലൂടെ ദൈവികമായ ഉദ്ദേശം കണ്ടെത്തുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. സഹനം എന്നത് മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലൂടെ നമ്മുടെ സഹനങ്ങൾക്ക് പുതിയ അർത്ഥവും മാനവും കൈവന്നു. നാം തനിച്ചല്ല സഹിക്കുന്നത്. ഓരോ വേദനയിലും കർത്താവായ യേശു നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ദൈനംദിന ബുദ്ധിമുട്ടുകൾ, അത് ജോലിയിലെ സമ്മർദ്ദമാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, ഇവയെല്ലാം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളായി ദൈവം ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയണം. കഷ്ടതകൾ നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുകയും ദൈവത്തിലുള്ള ആശ്രയബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ അവസ്ഥകൾ നമ്മെ പ്രേരിപ്പിക്കും. ഒരു ചൂളയിൽ സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെ പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തെയും വിശുദ്ധിയെയും ശുദ്ധീകരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി അവൻ്റെ പീഡാനുഭവങ്ങളിൽ കുറവുള്ളത് എൻ്റെ ശരീരത്തിൽ ഞാൻ പൂർത്തിയാക്കുന്നു എന്ന്. കൊളോസ്യർ 1:24 നാം ഇത് വായിക്കുന്നു. ഇത് കത്തോലിക്ക വിശ്വാസത്തിലെ രക്ഷാകരമായ സഹനം, റിഡംപ്റ്റീവ് സഫറിങ് എന്ന ആശയമാണ്. നമ്മുടെ ചെറിയ വേദനകൾ പോലും ക്രിസ്തുവിൻ്റെ വലിയ ബലിയോട് ചേർത്തർപ്പിക്കുമ്പോൾ അവയ്ക്ക് മറ്റുള്ളവരുടെ പാപപരിഹാരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അർത്ഥപൂർണമായ ശക്തി ലഭിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അവിടുന്ന് നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷയും നൽകില്ല, ഇതുവരെ നൽകിയിട്ടുമില്ല. നമുക്ക് ദോഷകരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവിടുത്തെ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ആത്യന്തിക നന്മയ്ക്കായാണ് അവിടുന്ന് അനുവദിക്കുന്നത് എന്ന് തിരിച്ചറിയണം. തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8:28 നാം അത് വായിക്കുന്നു. അത് പ്രത്യാശ നൽകുന്ന വചനമാണ്. നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെ ശപിക്കപ്പെട്ട ഒന്നായി കാണരുത്, മറിച്ച് അവയെ ദൈവിക ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളായി നമുക്ക് മാറ്റാം. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം, അവിടുത്തെ കൃപയിൽ ആശ്രയിക്കാം. നമ്മുടെ വേദനകളെ പരാതിപ്പെടാതെ മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് സഭയ്ക്കും ലോകരക്ഷയ്ക്കുമായി സമർപ്പിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളിലും ദൈവത്തിൻ്റെ കരങ്ങൾ കാണാൻ നമുക്ക് സാധിക്കട്ടെ.